അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. പണം ഇല്ലാത്തത് അള്ളാഹുവിൻ്റെ ശിക്ഷയാണെന്ന് പലരും കരുതുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അതൊരു പരീക്ഷണമാണ്. ചിലപ്പോൾ ഒരാൾക്ക് ഭക്ഷണത്തിനും വസ്ത്രത്തിനും വീട്ടുചെലവിനും ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും. അപ്പോൾ അവൻ ക്ഷമിക്കുമോ, അള്ളാഹുവിൽ പ്രതീക്ഷ വെക്കുമോ എന്നതാണ് പരീക്ഷണം. ദാരിദ്ര്യം ഒരു കുറവല്ല. അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ബഹുമാനമുള്ളവർ സമ്പന്നർ ആയതുകൊണ്ടല്ല, തഖ്വ ഉള്ളവനായതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ പണമില്ലാത്ത സമയത്ത് പോലും നമസ്കാരം കാത്തു സൂക്ഷിക്കുകയും ദുആ ചെയ്യുകയും ഹലാൽ മാർഗത്തിൽ ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ ഇഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ ഓരോ പ്രയാസത്തിനു ശേഷവും ഒരു എളുപ്പമുണ്ട്. അള്ളാഹുവിൽ നമ്മൾ വിശ്വാസം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾ ഇപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ക്ഷമയോടെ അള്ളാഹുവിലേക്ക് മടങ്ങുക. അള്ളാഹു നിങ്ങളുടെ അവസ്ഥ അറിയുന്നവനാണ്. പണമില്ലായ്മയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിലെ പരീക്ഷണങ്ങളാണ്. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ദാരിദ്ര്യത്തെക്കുറിച്ചും ക്ഷമയുടെ മഹത്വത്തെക്കുറിച്ചും ാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ പണം ഉണ്ടാകാൻ ഇസ്ലാം പഠിപ്പിച്ച 5 കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒന്നാമതായിട്ട്, പണം ഉണ്ടാകാൻ നമ്മൾ നിത്യജീവിതത്തിൽ എന്നും ചെയ്യേണ്ട കാര്യങ്ങൾ. 5 നേര നമസ്കാരം കൃത്യമായി നിർവഹിക്കുക. 2. ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ധാരാളമായി ചൊല്ലുക. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക. ഹലാൽ മാർഗത്തിലൂടെ മാത്രം വരുമാനം കണ്ടെത്തുക. സ്വതക്ക നൽകുന്ന ശീലം വളർത്തുക. നമ്മുടെ അടുത്ത് എത്രയാണുള്ളത്, 1 രൂപ പോലും, 1 രൂപയാണ് നമ്മളടുത്ത് കൊടുക്കാനുള്ളതെന്നുണ്ടെങ്കിൽ 1 രൂപ കൊടുക്കുക. അതിൽ യാതൊരു മടിയോ കുറവോ അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കേണ്ടതില്ല. നമ്മൾ ഉള്ളതെന്ന് നമ്മൾ സ്വതക്ക കൊടുക്കുക. അള്ളാഹു ഖുർആനിൽ പറയുന്നു, അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്ക് അവൻ വഴിയൊരുക്കുകയും അവർ പ്രതീക്ഷിക്കാത്തിടത്ത് നിന്ന് റിസ്ക് നൽകുകയും ചെയ്യും. പണം വരാത്തതിൽ വിഷമമുണ്ടോ? ഇസ്ലാം പഠിപ്പിക്കുന്ന ഈ 5 കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരൂ, എന്നാൽ നിങ്ങൾക്കും വിജയം നേടാം. റിസ്ക് വർദ്ധിക്കാനും സാമ്പത്തിക ബർക്കത്ത് ലഭിക്കാനും ഇസ്ലാം പഠിപ്പിക്കുന്ന പ്രധാന കാര്യങ്ങൾ ഇസ്തിഗ്ഫാർ, സ്വതക്ക, നിസ്കാരം എന്നിവയുടെ മഹത്വമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ കൊണ്ടു നടക്കുക. കാരണം നമ്മൾ എപ്പോഴും കൊണ്ട് നടക്കേണ്ട കാര്യം തന്നെയാണ്. അത് മുറുകെ പിടിച്ചാൽ നമ്മൾ ഒരിക്കലും എവിടെയും നമ്മൾ തോൽക്കില്ല. അത് 100% ഉറപ്പാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ ആവശ്യങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് പൂവണിഞ്ഞു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇത് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.